അപ്പോൾ ഇന്ന് നമുക്കൊരു ഈസി ഡിന്നർ റെസിപ്പി കണ്ടാലോ? അതിന് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന കണക്ക് മൈദയോ ഗോതമ്പോ വെച്ചിട്ട് മാവൊന്ന് കുഴച്ച് വെച്ചേക്കണം. ആ സമയം കൊണ്ട് ഒന്ന് എന്താണ് സെറ്റായിട്ട് കിട്ടുന്ന സോഫ്റ്റായിട്ട് കിട്ടുന്ന ടൈമിൽ നമുക്ക് അതിനകത്തേക്ക് ഫില്ലിങ് വേണം. ഈ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മസാലയ്ക്ക് സവാളയും സാലഡ് കുക്കുംബറും തക്കാളിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. വേണമെങ്കിൽ ക്യാരറ്റും എടുക്കാം. ഞാൻ ക്യാരറ്റ് ഇല്ലാഞ്ഞതുകൊണ്ടാണ് ക്യാരറ്റ് എടുക്കാൻ. അപ്പോൾ ഇതൊക്കെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരുപാടൊന്നും കുക്കാവേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കുക്കുംബർ ഇട്ടിട്ട് ഒരുപാട് നേരം നമ്മളിട്ട് ഇളക്കണമെന്ന കാര്യമില്ല. ഈ കുക്കുംബർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വെള്ളം ഉണ്ടായതുകൊണ്ട് നമ്മൾ പ്രത്യേകം വെള്ളം ഒഴിക്കുകയോ ഓയിൽ ഒഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട. അതിനകത്ത് തന്നെ കിടന്നത് കുക്കായിക്കോളും. പിന്നെ നമ്മൾ 2 തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കും നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പെരുംജീരകം ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാവും. ഈ മസാല ഒന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും അതിനു മുമ്പ് ആവാനുള്ള ആ ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവില്ലേ, അല്ലെങ്കിൽ മൈദ വെച്ചിട്ടായാലും കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു ബോൾ ആയിരിക്കും നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന ഒരു ബോളില്ലേ, അതിൻ്റെ ഡബിളായിട്ട് എടുത്തിട്ട് വേണം ഇതുണ്ടാക്കാനായിട്ട്. അപ്പോഴേ നമ്മുടെ ഫില്ലിങ് നല്ലതുപോലെ കവർ ചെയ്തിട്ട് പൊട്ടിപ്പോകാതെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അത് കണക്ക് ഒരു ദോശക്കല്ലിനകത്തേക്ക് പരത്തിയിട്ട് ഇതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചിട്ട് നമ്മുടെ ചട്ടുകത്തിൻ്റെ സൈഡ് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരെണ്ണം ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഇത് 2 ചപ്പാത്തി കഴിക്കുന്ന ടൈമിൽ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി. കാരണം നമ്മളിതിലെല്ലാം ക്വാണ്ടിറ്റി കൂട്ടിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ മസാലയ്ക്കകത്ത് നമുക്ക് വേണമെങ്കിൽ ചിക്കനോ എഗ്ഗോ സോയയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.